മുടി കൊഴിച്ചിലകറ്റി മുടി വളർച്ച വേഗത്തിലാക്കാനായിട്ട് നമ്മുടെ എല്ലാം വീട്ടിലുള്ള മുരിങ്ങയില ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഹെയർ പാക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അമിതമായിട്ടുള്ള കെമിക്കലുകൾ ഉപയോഗിച്ചത് മൂലവും അതുപോലെ സ്ട്രെസ്സൊക്കെ കൊണ്ടും നമ്മുടെ മുടിയുടെ ആരോഗ്യം മോശമായി പോകാറുണ്ട്. മുടി കൊഴിയുകയും മുടി നരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഹെയർ പാക്ക് യൂസ് ചെയ്ത് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് നമ്മുടെ ഈ ചാനലിൽ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. മുടി വളർച്ചയെ സഹായിക്കുന്ന വൈറ്റമിനുകൾ അടങ്ങിയിട്ടുള്ള മുരിങ്ങയില നമ്മുടെ മുടി വേരുകൾക്ക് നല്ല ബലവും ആരോഗ്യവും നൽകും. ഒരു തണ്ട് മുരിങ്ങയിലയാണ് വേണ്ടത്. നമ്മുടെ മുടിയുടെ തിക്നെസ്സും ലെങ്തും ഒക്കെ അനുസരിച്ച് അതിൻ്റെ അളവിൽ വ്യത്യാസപ്പെടുത്താം കേട്ടോ. അപ്പോൾ വലിയ തണ്ടുകളും അതുപോലെ തന്നെ മഞ്ഞ കളറിലുള്ള പഴുത്ത ഇലകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് കഴുകി വേണം എടുക്കാനായിട്ട്. വൈറ്റമിൻ സിയുടെ കലവറയാണ് നമ്മുടെ നെല്ലിക്ക. അപ്പോൾ ഞാൻ ഒരു നെല്ലിക്ക ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുരു കളഞ്ഞ് വേണം കഴുകി എടുക്കാനായിട്ട് കേട്ടോ. മുടിയുടെ നിറം മങ്ങുക, അതുപോലെ തന്നെ മുടി ചെമ്പിക്കുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ടും മുടി നല്ല ഉള്ളോടുകൂടി വളരാനായിട്ടും സഹായിക്കുന്നതാണ് നെല്ലിക്ക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചോറും അതേപോലെ തന്നെ കഞ്ഞിവെള്ളവുമാണ്. കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം, അതായത് തലേദിവസം കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ ഗുണം കൂടുതലായിരിക്കും. നമ്മൾ ചോറ് ചേർക്കുന്ന വഴി മുടി ഡ്രൈ ആകുന്നത് തടയാനായിട്ടും മുടിക്ക് നല്ല ബലം കിട്ടാനായിട്ടും പോഷണം കിട്ടാനും ഒക്കെ സഹായിക്കും. മുടി കൊഴിച്ചിലുള്ളവർക്ക് അതൊക്കെ മാറി കിട്ടാനായിട്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. നമ്മൾ ആ കഞ്ഞിവെള്ളമാണ് നമ്മൾ വെള്ളത്തിന് പകരമായിട്ട് ഇവിടെ ചേർക്കുന്നത് കേട്ടോ. വീക്കായിട്ടുള്ളതും ഡാമേജ്ഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഹെയറൊക്കെ ആണെങ്കിൽ അതിനൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രീറ്റ്മെൻറ്റാണിത്. അപ്പോൾ അതേ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ വൈറ്റ് കോമ്പ് ഉപയോഗിച്ചിട്ട് മുടി നന്നായിട്ട് ചീകി ചടയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ബദാം ഓയിലാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഹെയർ ഓയിൽ, നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഓയിലിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ കയ്യിലുള്ള ഓയിൽസ് മാറിയാണ് യൂസ് ചെയ്യുന്നത്. സ്ഥിരമായിട്ടൊരു ഓയിലല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് ഞാൻ പാക്ക് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ നോർമലി എത്ര സമയമാണ് വയ്ക്കുക ഓയിൽ അപ്ലൈ ചെയ്ത് അതനുസരിച്ച് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഓരോരുത്തരുടെയും ശരീരത്തിന് യോജിക്കുന്ന വിധത്തിൽ ചെയ്യാം. പിന്നെ നമ്മൾ ഹെയർ പാക്ക് സ്കാൽപ്പിലും അതുപോലെ മുടിയിലും അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒന്ന് മസാജ് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ നമുക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നീർവീഴ്ച കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരൊരു 15 മിനിറ്റ് സമയം വെച്ചിരുന്നാൽ മതി. അത് ഓരോരുത്തർക്കും തീരുമാനിക്കാവുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് പറയുന്നത് അയണിൻ്റെ കുറവുണ്ടെങ്കിൽ മുടി കൊഴിയാനായിട്ട് വളരെയേറെ സാധ്യതയുണ്ട്. അപ്പം നമുക്കത് കറക്റ്റ് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് മുരിങ്ങയില ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അയണിൻ്റെ കുറവ് മൂലം നമ്മുടെ മുടി കൊഴിയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ബദാം കഴിക്കുന്നത് വളരെ നല്ലതാണ്. വൈറ്റമിൻ ഇ ഒക്കെ അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും മുടി വളർച്ചയെ കൂട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ സാധിക്കുന്നവർ ബദാമും അതുപോലെ മുരിങ്ങയിലയും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. ഷാമ്പു വേണമെന്നുള്ളവർക്ക് ഹെർബൽ ഷാമ്പു ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിവുകളൊക്കെ കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ടാറ്റാ.